എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഇൻഡിഗോ വിമാന കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളുണ്ടല്ലോ, അത് ശരിക്കും ആക്സിഡൻ്റലി സംഭവിച്ചല്ല, ഇൻറ്റൻഷ്യലി ക്രിയേറ്റ് ചെയ്തതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാരിന് ഒരു ജനവികാരം ഉയർത്തിക്കൊണ്ടുവരിക, അത് നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കുക, ഇത് തന്നെയാണ് ലക്ഷ്യം. അപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് അമേരിക്കയും തുർക്കിയുമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അമേരിക്കയും തുർക്കിയും ഈ ഇൻഡിഗോ വെച്ച് കളിക്കുന്നതെന്ന് ഞാൻ വിശദമായി പറഞ്ഞു തരാം. അതായത് ഇൻഡിഗോ എന്ന് പറയുന്ന കമ്പനിക്ക് തുർക്കിയുമായിട്ട് വലിയ രീതിയിലുള്ള റിലേഷൻ ഉണ്ട്. അത് ടർക്കിഷ് എയർലൈൻസുമായിട്ട് വലിയ രീതിയിലുള്ള 2 കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുകയാണ്. അതായത് 2026 ഫെബ്രുവരി മാസം വരെ ഒരു വലിയ 2 കോൺട്രാക്റ്റ് ഉണ്ട്. ആ ഒരു കോൺട്രാക്റ്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് കോഡ് ഷെയർ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, നമ്മളിവിടെ നിന്ന് യൂറോപ്പിലോ അമേരിക്കയിലോ ഒക്കെ ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ മുംബൈയിൽ നിന്ന് ട്രാവൽ ചെയ്യുന്ന വിചാരിച്ചു. അപ്പോൾ മുംബൈയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് കയറി നമ്മൾ തുർക്കിയിൽ ഇറങ്ങിയിട്ട് ടർക്കിഷ് എയർലൈൻസ് വഴി നമുക്ക് യൂറോപ്പിലേക്കോ അമേരിക്കയിലോട്ടോ പോകാം. നമുക്ക് എവിടെ പോകേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അതായത് പാസഞ്ചേഴ്സിൻ്റെ കൺവീനിയൻസും ഈ ട്രാവലിംഗ് കൺവീനിയൻസും ഒക്കെ കണക്കിലെടുത്ത് അങ്ങനെ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. അത് ഓക്കെ. രണ്ടാമത്തെ കോൺട്രാക്റ്റാണ് ഏറ്റവും ഡേഞ്ചറസ്. അതായത് അതിൻ്റെ പേര് തന്നെ ഈ വെറ്റ് ലീഡ് കോൺട്രാക്ട് എന്നാണ്. അതായത് ഈ ഇൻഡിഗോക്ക് ഇൻ കേസ് എന്തെങ്കിലും ഷോർട്ടേജ് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലം വന്നു വിമാനങ്ങൾക്ക്, അപ്പോൾ ഈ ടർക്കിഷ് എയർലൈൻസിൻ്റെ ബോയിങ് 777 എന്ന് പറയുന്ന വിമാനം നമ്മൾ റെൻറ്റിനെടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടെക്നീഷ്യൻസിനെ അടക്കമാണ്, പൈലറ്റ് അടക്കം അവിടുത്തെ ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെ എടുത്ത്, അത് നമ്മൾ ഇൻഡിഗോ എന്ന് പറഞ്ഞ് കയറുന്ന വിമാനം ശരിക്കും ടർക്കിഷ് എയർലൈൻസിൻ്റെ വിമാനത്തിലായിരിക്കും ഞങ്ങൾ കയറുന്നത്. അത് വലിയ രീതിയിലുള്ള ഒരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യ ഗവൺമെൻറ് ഒഫീഷ്യലി പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ഈ കോൺട്രാക്ട്, അത് ടർക്കിഷ് എയർലൈൻസുമായിട്ടുള്ള കോൺട്രാക്ട് സസ്പെൻഡ് ചെയ്യണം, ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, ഗുരുതരമായ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇന്ത്യ ഗവൺമെൻറ് ഒഫീഷ്യലി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവർ കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2026 ഫെബ്രുവരി മാസം വരെ ഞങ്ങൾക്ക് കോൺട്രാക്റ്റ് ഉണ്ട്. അതിനിടയിൽ ഈ കോൺട്രാക്റ്റ് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം ഉണ്ടാകും എന്ന് പറയുകയാണ്. അപ്പോൾ എന്ത് പറഞ്ഞാൽ, ഈ ഇൻഡിഗോയുമായി ബന്ധപ്പെട്ട് ഇൻഡിഗോക്ക് തുർക്കിയുമായി അഭേദ്യമായി ബന്ധം ഉണ്ട് എന്ന് തന്നെയാണ്. നമുക്കറിയാം, ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്താണ് ശരിക്കും നമ്മൾ തുർക്കിയെ മനസ്സിലാക്കിയത്. അതായത് പാകിസ്ഥാന് വേണ്ടി ഡ്രോണുകൾ സപ്ലൈ ചെയ്തവരാണ് ടർക്കിഷ് കമ്പനിയാണ്. അതായത് തുർക്കിഷ് പ്രസിഡന്റ് എർദോഗൻ്റെ മകളുടെ ഭർത്താവിൻ്റെ കമ്പനിയാണ് ബൈത്തക്കർ ഡ്രോണുകൾ പാകിസ്ഥാനെ സപ്ലൈ ചെയ്തത്. അപ്പോൾ ഒരു കാര്യം പറയാം, ഈ ഒരു ഡ്രോണും ഇന്ത്യൻ മണ്ണിൽ ടച്ച് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ത്യ ഒഫീഷ്യലായിട്ട് ഇന്ത്യയുടെ സൈനിക മേധാവികൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് നമ്മൾ ബ്രീഫ് ചെയ്യുന്ന സമയത്ത് ടർക്കിയുടെ കാര്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ രീതിയിലുള്ള നമ്മളിപ്പോൾ ശത്രു രാജ്യമായിട്ട് കാണുന്ന ഒരു രാജ്യമാണ് ടർക്കി. അതായത് ആ സമയത്ത് തന്നെ ഓപ്പറേഷൻ സിന്ദൂർ ബ്രീഫ് ചെയ്യുന്ന സമയത്ത് തന്നെ സൈനിക മേധാവികൾ പറഞ്ഞത്, ഞങ്ങളുടെ 3 ശത്രുക്കൾ, ഓപ്പറേഷൻ സിന്ദൂർ ഞങ്ങൾ നേരിട്ട 3 ശത്രുക്കൾ, ഒന്ന് അമേരിക്ക, ഒന്ന് ചൈന, ഒന്ന് തുർക്കി. നമുക്കറിയാം, ഇവരുടെ ആയുധങ്ങളാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചത്. അപ്പോൾ വലിയ രീതിയിൽ ഈ ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഈ തുർക്കി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് അമേരിക്കൻ കണക്ഷൻ വരുന്നതെന്ന് ഞാൻ വിശദമായി പറഞ്ഞു തരാം. അതായത് ഇപ്പോൾ ഇൻഡിഗോയുടെ CEO ആരൊക്കെയാണ്? ഇൻഡിഗോയുടെ CEO എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പീറ്റർ എൽബോൺ എന്ന് പറഞ്ഞത്, അയാളൊരു ഡച്ചുകാരനാണ്. പിന്നെ അതിൻ്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായ ഇസ്രി പോർക്കോസ്, ഇവർ 2 പേരും വിദേശികളാണ്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മളിപ്പോൾ ഇൻഡിഗോ വിവാദം വന്നില്ലേ, അതായത് ഒരു ഇൻഫോർമേഷൻ കൊടുക്കാതെ, ഒരു ഇൻറ്റിമേഷനോ ബുക്ക് ചെയ്ത പാസഞ്ചേഴ്സിന് കൊടുക്കാതെ പെട്ടെന്ന് ഫ്ലൈറ്റുകളൊക്കെ ക്യാൻസൽ ചെയ്ത ഇൻസിഡൻറ്റ് ഇപ്പോൾ നടന്നില്ലേ, അത് സംഭവിച്ച് ഡിസംബർ 5, 6 എന്ന തീയതികളാണ്. അപ്പോൾ ഈ ഒരു ദിവസത്തിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ദിവസങ്ങളായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മാസീവായിട്ട് ഈ ഫ്ലൈറ്റുകളൊക്കെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുകയാണെങ്കിൽ, അതായത് ഇതിൻ്റെ CEO എല്ലാം ചേർന്ന് വലിയ രീതിയിലുള്ള ഒരു കലാപം ഇന്ത്യയിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതിൻ്റെ പേരിൽ തന്നെ അതിൻ്റെ വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഇവർ 2 ഇൻഡിഗോയോട് പറഞ്ഞത്, ഇവർ 2 പേരെയും ഉടൻ പുറത്താക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ വലിയ രീതിയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇൻഡിഗോയുടെ ഓണർ ആരൊക്കെയാണ്? ഇൻഡിഗോയുടെ ഓണർ എന്ന് വെച്ചാൽ, ഒന്ന് രാകേഷ് ഗാംഗ്വാൾ, അദ്ദേഹം കൊൽക്കത്തയിൽ ജനിച്ചതാണ്. പിന്നീട് അമേരിക്കയിലോട്ട് കുടിയേറിയിട്ട് അവിടുത്തെ സിറ്റിസൺഷിപ്പ് ഉള്ള ഒരാളാണ് രാകേഷ് ഗാംഗ്വാൾ. പിന്നെയുള്ളത് രാഹുൽ ഭാട്ടിയ, അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ബിസിനസ് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് തന്നെ ഒരുപാട് ഈ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ഓൾറെഡി ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ രാഹുൽ ഭാട്ടിയ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് നോളജും, അതായത് രാകേഷ് ഗാംഗ്വാളിൻ്റെ ബിസിനസ് നോളജും രാഹുൽ ഭാട്ടിയുടെ എക്സ്പീരിയൻസും ഒക്കെ ചേർന്നിട്ടാണ് ഇൻഡിഗോ എന്ന് പറയുന്ന കമ്പനി കെട്ടിപ്പടുത്തത്. അപ്പോൾ ഈ ഇൻഡിഗോ എന്ന് പറയുന്ന കമ്പനിക്ക് തന്നെ ഒരു തുർക്കി അമേരിക്ക ഒരു കണക്ഷൻ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഡിസംബർ 5, 6 എന്ന ദിവസം തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുന്നു, ലോകം മൊത്തം കവറേജ് കിട്ടുന്നു എന്ന് വെച്ചാൽ ലോകം മൊത്തം അവരുടെ മീഡിയകളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലോട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ആ സമയത്ത് ഇന്ത്യയിലോട്ട് പുടിൻ വന്നപ്പോൾ നരേന്ദ്രമോദി പുടിനെ എയർപോർട്ടിൽ പ്രോട്ടോക്കോളൊക്കെ ലംഘിച്ച് കാണാൻ ചെല്ലുന്നു. കൂടെ ഒരുമിച്ച് ടൊയോട്ട ഫോർച്യൂണറിലാണ് അവർ പോയത്.
അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഫോർച്യൂണർ തിരഞ്ഞെടുത്തു, അതൊരു ക്ലിയർ മെസ്സേജാണ്. അതായത് നോ അമേരിക്ക നോ യൂറോപ്പ്. അതുകൊണ്ട് തന്നെയാണ് ജാപ്പനീസ് ഏഷ്യൻ മെയ്ഡ് ഒരു വാഹനത്തിൽ പുടിൻ കയറിയത്. അതായത് പുടിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യങ്ങളും വിശ്വസിക്കാത്ത, സ്വന്തം നേടനെ പോലും വിശ്വസിക്കാത്ത ഒരാളാണ് പുടിൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ 100% ട്രസ്റ്റ് ചെയ്തിട്ട് ഇന്ത്യയിൽ നരേന്ദ്രമോദി ട്രസ്റ്റ് ചെയ്തിട്ട് ടൊയോട്ടോ ഫോർച്യൂണിൽ കയറി പോകാൻ കാരണം തന്നെ ഒരു ക്ലിയർ മെസ്സേജായിരുന്നു. അതായത് നോ യൂറോപ്പ് നോ അമേരിക്ക എന്നുള്ള സെറ്റപ്പിൽ. അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഇവന്മാർക്കൊക്കെ ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും, അത് പുടിൻ വരുമ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. ഇന്ത്യയെ സാമ്പത്തികമായി അസ്ഥിരപ്പെടുത്തണമെങ്കിൽ നമുക്കറിയാം ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഈ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ വെച്ചാൽ എയർപോർട്ടും ഏവിയേഷനും ഇതൊക്കെയാണ്. അതായത് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിലെ തന്ത്രപ്രധാനമായ മേഖല ഇവർ കടന്നു കയറിയിട്ട് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ വേണമെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാം. അത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ആ ദിവസം ഈ ഇൻഡിഗോ വിവാദം ഇന്ത്യയിൽ ഉണ്ടാകാൻ കാരണം. അതായത് തിരഞ്ഞെടുക്കാൻ ആ ദിവസം ഡിസംബർ 5, 6 എന്തിനു തിരഞ്ഞെടുത്തു. അപ്പോൾ അത് തിരഞ്ഞെടുക്കാൻ കാരണം തന്നെ ഈ റഷ്യൻ പ്രസിഡന്റ് വരുമ്പോൾ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വലിയ രീതിയിൽ ഒരു സോഷ്യൽ മീഡിയ ടീമിനെയും ഇവർ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അതായത് നിങ്ങൾ പതിവിൽ വിപരീതമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കറിയാം. അതായത് നമ്മൾ ചില കണ്ടൻറ്റുകൾ ഈ സോഷ്യൽ മീഡിയയിലേക്ക്, പ്രത്യേകിച്ച് ഇൻസ്റ്റയിലായാലും FBയിലായാലും നമ്മൾ എന്തെങ്കിലും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ഫീഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ അതായത് ഏവിയേഷനുമായി ബന്ധപ്പെട്ടോ ഇൻഡിഗോയുമായി ബന്ധപ്പെട്ടോ ഒരു തരത്തിലും നിങ്ങൾ ഇതുവരെ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യാത്ത ഒരാൾ ഫീഡിൽ പോലും നിരന്തരം ഇൻഡിഗോ വിവാദവുമായി ബന്ധപ്പെട്ട് ഓരോ ആൾക്കാർ പറയുന്നതും അതുമായി ബന്ധപ്പെട്ട് അത് ഇന്ത്യൻ സർക്കാരിനെതിരെ തിരിക്കാനുള്ള പല വീഡിയോകളും അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളും നിങ്ങളുടെ ഫീഡിൽ വന്ന് കാണും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വലിയ രീതിയിലുള്ള ഒരു ജോയിൻ്റ് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പോൾ ഇൻഡിഗോ എന്ന് പറയുന്ന കമ്പനി തുർക്കി അമേരിക്ക ഒരു സ്വാധീനത്തിൽ തന്നെയാണ്. അപ്പോൾ ഇവരെ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിൽ കലാപം ഇവിടെ ഉണ്ടാക്കാൻ ഇവർ ശ്രമിച്ചു എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ നേരത്തെ തന്നെ ഈ ഇന്ത്യ ഒരു വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് സെലേബി ഏവിയേഷൻ, തുർക്കിയുടെ പ്രസിഡൻ്റായ എർദോഗാൻ്റെ മകളുടെ കമ്പനിയാണ് സെലേബി ഏവിയേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് എയർപോർട്ടുകളായ മുംബൈ, ഡൽഹി, ഗോവ, കൊൽക്കത്ത, കൊച്ചി, ഇവിടെ ഇത്തരം എയർപോർട്ടുകളിലെ ഗ്രൗണ്ട് സർവീസൊക്കെ ഹാൻഡിൽ ചെയ്ത് സെലേബി ഏവിയേഷൻ ആയിരുന്നു. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അത് വലിയ വിവാദമായി. അത് കേന്ദ്ര സർക്കാർ അവരെ അതിൻ്റെ സെൻസിറ്റീവായ ഡാറ്റകൾ ആക്സസ് ചെയ്യുന്നതിനുള്ളതെന്ന് വിലക്കി. അതായത് പെട്ടെന്ന് കോൺട്രാക്ട് സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ സെൻസിറ്റീവ് ഡാറ്റ ആക്സസിങ് ഒരു പെർമിഷൻ അവർ ഡിസ്കണക്ട് ചെയ്തു. അപ്പോൾ ആ സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഈ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ പോലും സെലേബി ഏവിയേഷന് പോലും വലിയ രീതിയിൽ പങ്കുണ്ടായിട്ടുണ്ട് എന്ന് ചില മാധ്യമങ്ങളൊക്കെ, ചില ഫോറിൻ മീഡിയാസൊക്കെ സംശയം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് UK ചില ഓൺലൈൻ മീഡിയാസൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കതിന് തെറ്റു പറയാൻ പറ്റില്ല. അതായത് ഇന്ത്യയിൽ വലിയ രീതിയിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഇവർ കച്ചകെട്ടി ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് നമ്മൾ ഇന്ത്യ എങ്ങനെ വേണം തർക്കും, ഇന്ത്യക്കെതിരെ വലിയ രീതിയിൽ വാർഷിപ്പുകളൊക്കെ ഞങ്ങൾ പാകിസ്ഥാന് കൊടുക്കുന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡ്രോണുകളൊക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് തന്നെയായാലും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന, അതായത് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദത്തിന് പിന്നിൽ അമേരിക്ക ടർക്കിഷ് കണക്ഷൻ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇത് കേന്ദ്ര സർക്കാർ വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതായത് അതിന് വേണ്ട, അത് പെട്ടെന്ന് എന്നല്ല ഒരു സർക്കാർ, അതായത് വലിയ രീതിയിലുള്ള ഒരു ബിസിനസ് കൊണ്ട് നടക്കുന്ന ഒരു ഗ്രൂപ്പിനെ പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ പറ്റുന്ന, അതായത് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നവരെ പെട്ടെന്ന് ആക്ഷൻ എടുക്കില്ല, അങ്ങനെ എടുക്കാൻ പറ്റില്ല. മെല്ലെ ഗ്രാജുവേറ്റ് എടുക്കാൻ പറ്റൂ. അപ്പോൾ ആ തരത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇൻഡിഗോയുടെ CEOയും COO ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ വിളിച്ചു വരുത്തിയിട്ട് അവരെ പെട്ടെന്ന് സാക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു അൾട്ടിമേറ്റം കൊടുത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഇന്ത്യ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വരും. അതിനെ നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.